ഹലോ ബെസ്റ്റ് ചെമ്മനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയും ശ്രീകാന്തും സംസാരം നിർത്തുന്നില്ല കേട്ടോ. രാത്രിയായിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ കേട്ട് മധുസൂദൻ അപ്പുറത്തെ മുറിയിലുണ്ട്. ആരെയാണ് വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വർഷ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് ഫോൺ ടേബിളിൽ വയ്ക്കുമ്പോൾ ഫോൺ എടുത്ത് നോക്കുവാണ് കേട്ടോ മധുസൂദനൻ. അപ്പോൾ ശ്രീകാന്ത് എന്ന് എഴുതിയിട്ട് ഒരു ലവിൻ്റെ സൈനൊക്കെ ഇട്ടേക്കുന്നത് കാണുവാണ്. ഇത് കണ്ട് ആകെ ദേഷ്യപ്പെട്ട് മുറി വന്ന് വാതിൽ കുട്ടിയടയ്ക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഭാര്യ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ എന്ത് പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും മധുസൂദനം പറയുകയാണ്, നിൻ്റെ മോള് വിളിക്കുന്ന ആ ഡ്രൈവറിൻ്റെ മോനെയാണ്, ആ രവീന്ദ്രൻ്റെ മോനെ. ഇതൊക്കെ കേട്ട് നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ദേഷ്യം സഹിക്കാണ്ട് ഞാനിന്ന് അവൾക്കോട്ട് കൊടുക്കുന്നുണ്ട്, എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴേക്കും മധുസൂദനം പറയാം, മനസ്സിലാവാത്ത അവക്കല്ല അവനാ, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, നീ അവിടെ മര്യാദയ്ക്ക് ഇരിക്കുക, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് രേവതി രാവിലെ അച്ഛനും അമ്മയ്ക്കും കാപ്പിയൊക്കെ ആയിട്ടുകൊണ്ട് ചെല്ലുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ നിൻ്റെ തലയൊന്നും നനഞ്ഞിട്ടില്ലോ, കുളിക്കുന്നൊന്നും ഇല്ലായിരുന്നോ, നിൻ്റെ കെട്ടിയോൻ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഒരു റൈഡ് പോയിട്ട് വന്നിട്ടില്ല, ഇതുവരെ എത്തിയിട്ടില്ല, ഒരു ട്രിപ്പുണ്ട്, അത് പോയിട്ട് വന്നിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി താഴോട്ട് വരുവാണ്. അപ്പോൾ ശ്രുതിക്കൂടെ ചായ എടുത്ത് കൊടുക്കുന്ന ചന്ദ്ര പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, ചായ ഞാൻ അടുക്കള ഇട്ട് വെച്ചിട്ടുണ്ട്, വേണ്ടവരെടുത്ത് കുടിച്ചാൽ മതിയെന്ന് പറയുവാണ് കേട്ടോ. അതേ സമയത്ത് രണ്ട് പോലീസുകാർ വീട്ടിൽ വരുവാണ്. പോലീസുകാരെ കാണുമ്പോഴത്തേക്കും ചന്ദ്ര പറയുക, സച്ചി എന്താ ഒപ്പിച്ചേ, സച്ചിയെ കാണാൻ വേണ്ടിയല്ലേ വന്നേ, അവനിവിടെ ഇല്ല, അവനൊരു ട്രിപ്പ് പോയേക്കോ സാറേ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവർ പറയുകയാണ്, സച്ചിയെ കാണാനല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ സാറിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഇവിടുത്തെ ബൈക്ക് മോഷണ കേസ് ഞാൻ അന്വേഷിച്ചത്, അങ്ങനെ വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, സച്ചിയെ കാണാനല്ലെങ്കിൽ പിന്നെ എന്താ സാറേ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും പറയുകയാണ്, ഞങ്ങൾ ശ്രുതിയെ കാണാനാണ് വന്നതെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ചന്ദ്രയും ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ശ്രുതിനെ വിളിക്കുവാണ്. ശ്രുതി താഴെ എത്തുമ്പോഴത്തേക്കും ശ്രുതിയും പറയാണ്, സച്ചിയെ കാണാനാണോ, അവനിവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അല്ല തന്നെ കാണാനാണ് വന്നതെന്ന് പറയുകയാണ് കേട്ടോ. ശ്രുതി ഞെട്ടിപ്പൊട്ടിക്കുകയാണ്. അതിന് ഞാനെന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുവാണ്, ആകെ പേടിച്ച് കുറച്ച്. അപ്പോൾ അവർ പറയാണ്, തൻ്റെ ഒരു ചീറ്റിംഗ് കേസിലായിരുന്നു ഒരു പെണ്ണ് 50 ലക്ഷം കൊണ്ട് പോയത്, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്, പേഴ്സണൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി കുറേ തവണ തൻ്റെ ഫോണിൽ വിളിച്ചായിരുന്നു, ഒരു റെസ്പോൺസും ഇല്ല. ആ പെങ്കൊച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഇയാൾ സ്റ്റേഷനിൽ വന്ന് തരണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയാണ്, അതിനെന്താ സാർ ഇന്ന് തന്നെ വരാം, സോറി എന്നൊക്കെ പറയുവാണ് കേട്ടോ. എങ്ങനെയാലും എനിക്ക് എൻ്റെ 50 ലക്ഷം ഒന്ന് മേടിച്ച് തരണം സാറേ എന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, നിൻ്റെ 50 ലക്ഷം എന്നല്ല, അച്ഛൻ്റെ 50 ലക്ഷം എന്ന് പറയടാന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാം, ആരുടെ ആണേലും എൻ്റെ പൊന്നു സാറേ അതൊന്ന് തിരിച്ച് മേടിച്ചു തന്നാൽ വലിയ ഉപകാരമായിരിക്കും എന്ന് പറയുവാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അവളെ പറ്റി കൂടുതൽ വിവരമൊന്നുമില്ല, പക്ഷേ എന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ചന്ദ്ര നമ്മുടെ രേവതിയെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവർക്ക് 2 ചായ എടുക്കുക, ചായ കുടിച്ചിട്ട് പോയാൽ മതി സാറേ എന്ന് പറയുവാണ്. അപ്പോൾ രേവതിയെ കാണുമ്പോഴേക്കും പോലീസുകാർ ചോദിക്കുവാണ്, ഈ കൊച്ചെന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയാം, ഇതെൻ്റെ മരുമോളാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി പോലീസുകാരെ കാണുമ്പോൾ ഞെട്ടുവാണ് കേട്ടോ. പണ്ട് ബൈക്ക് മോഷണത്തിൻ്റെ അത് അന്വേഷിച്ച പോലീസുകാരാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോഴത്തേക്കും പോലീസുകാരും പെട്ടെന്ന് പറയുന്നുണ്ട്, ഈ കൊച്ചി ഇവിടുത്തെ ആയിരുന്നോ നിങ്ങൾ പറയുമ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ സാറേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, ബൈക്ക് മോഷണത്തിലെ പ്രതി ഈ കൊച്ചിൻ്റെ ആങ്ങളെയായിരുന്നു, ഇവിടുത്തെ ചെറുക്കൻ കൊച്ച് പറഞ്ഞുകൊണ്ടാണ് അത് കേസാക്കാതിരുന്നതും കൂടുതൽ പ്രശ്നത്തിലോട്ട് പോകാഞ്ഞതെന്നും പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രേവതി ആകെ തകർന്നു പോവാണ്. എല്ലാവരും എല്ലാ സത്യവും മനസ്സിലാക്കിയെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. കഴിഞ്ഞ് അടുക്കളയിലോട്ട് തിരിച്ചു പോകാൻ നേരത്ത് പോലീസുകാർ പറയുകയാണ്, ഞങ്ങളെന്തായാലും ഇറങ്ങുകയെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയാം, നീ എങ്ങോട്ടേ പോന്നേ, അവിടെ നിന്നേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ രേവതീനെ ഓരോന്ന് പറയുവാണ് കേട്ടോ, 1, 2 പറയുവാണ്. അപ്പോഴേക്കും രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞ ചെറിയ കുടുംബമാണെങ്കിലും നല്ല കുടുംബക്കാരാണ്, ഇതായിരിക്കുമല്ലേ നന്മ, ഇവളുടെ ആങ്ങള ബൈക്ക് മോഷ്ടിച്ചു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് അവൻ മനഃപൂർവ്വം ചെയ്തതല്ല, അവനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച അവൻ്റെ ഒരു ഫ്രണ്ട് ആൻ്റണി എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളുടെ സംഘത്തിൽ ഇങ്ങനെ കുറേ ആൾക്കാർ കാണുമല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ഞാനിവളെ കെട്ടാത്ത നന്നായി, ഇനി ഇവളെ ഞാൻ ചതിച്ചു എന്ന് ആരും പറഞ്ഞേക്കരുത്, ഇവരുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായല്ലോ, ചതിച്ച് സത്യം പറഞ്ഞാൽ നമ്മളെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി അങ്ങനെയല്ല എന്നൊക്കെ തർക്കിക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ മോൻ നിന്നെ ചതിച്ചു, വലിയ ചതിയന, ഇവിടുത്തെ ക്യാഷ് എടുത്തുകൊണ്ട് പോയി ഈ വീട്ടുകാരെ ചതിച്ചു എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, അവൻ ക്യാഷ് എടുത്തെങ്കിലേ അത് അവൻ്റെ സ്വന്തം അച്ഛൻ്റെയാണ്, അല്ലാതെ നാട്ടുകാരുടെ അല്ല, നിൻ്റെ അനിയൻ എന്താ കാണിച്ചേ, ഈ വീട്ടിലെ വണ്ടിയാണ് മോഷ്ടിച്ചത് എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ മുമ്പിൽ ഒരു ഉത്തരവും ഇല്ലാതെ നിന്ന് പോവാണ് രേവതി. അത് കഴിയുമ്പോഴേക്കും രവീന്ദ്രനോട് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്കും മനസ്സിലായല്ലോ, നിങ്ങളോട് പോലും ഇവൾ സത്യം പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഇവളെ ന്യായീകരിച്ചുകൊണ്ട് വന്നേക്കരുതെന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും ആ തക്കത്തിൽ ശ്രുതിയും പറയുകയാണ്, നേരാ, ഇനി ഇവളെ കെട്ടിയില്ല എന്നും പറഞ്ഞ് ആ കണക്കും പറഞ്ഞ് ഞാൻ ചതിയണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തും വന്നേക്കരുതെന്നും കൂടെ പറഞ്ഞേക്ക്, ഞാനന്ന് ജസ്റ്റ് എസ്കേപ്പായിരുന്നു, ശ്രുതിയെ കിട്ടിയതുകൊണ്ട് എൻ്റെ ലൈഫ് രക്ഷപ്പെട്ടു എന്നും കൂടെ പറയുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ഇതിനെല്ലാം
സപ്പോർട്ട് ചെയ്യുവാണ് സുധീനെ. അത് കഴിയുമ്പോഴത്തേക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല രവീന്ദ്രന്. കാരണം രവീന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് തന്നെ തെറ്റുണ്ടായെന്നുള്ള രീതിയിൽ നിന്ന് പോവാണ് രവീന്ദ്രനും. ഇതെല്ലാം കേട്ട് ആകെ തളർന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ രേവതി. അങ്ങനെ കരഞ്ഞ് തളർന്ന് നിൽക്കുന്ന രേവതിനെ പിന്നെയും ഓരോന്ന് പറഞ്ഞ് കുത്തുവാണ് ചന്ദ്ര. അങ്ങനെ സഹിക്കാൻ വയ്യാതെ രേവതി അടുക്കളയിലോട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.